ഹാഫ് ഓർഡർ യൂസിങ് നാൻഡ്. ഹാഫ് ഓർഡർ യൂസിങ് നാൻഡിൽ സമ്മിൻ്റെ ഇക്വേഷൻ വരുന്നത് എ എക്സ് ഓർ ബി ആണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് എ ബി കോംപ്ലിമെൻ്റ് ആണ്. സോ നമുക്കിത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ്, പിന്നെ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്ത് വരുന്നത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു എ എന്ന് പറയുന്നത് നമുക്കറിയാം 0 ആണ്. അപ്പോൾ സോ നമുക്ക് എന്ത് ചെയ്യാം? എ കിട്ടുന്നത് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ഇൻറ്റു എ. ഇത് ഞാനൊന്ന് അറേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ സോ ഞാനിത് അറേഞ്ച് ചെയ്യുമ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ ബി എന്ന് പറഞ്ഞ് കിട്ടും. ഇനി എഗെയിൻ എനിക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ സോ ഞാൻ എഗെയിൻ വീണ്ടും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുന്നതാണ്. എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കോമൺ ആയിട്ട് ടേം എടുക്കണം. അതായത് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബിയും അതുപോലെ ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബിയും എന്ന് പറയുന്ന ടേം എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എടുക്കുമ്പോൾ എന്ത് വരും? ബി കോമൺ ആണ് വരുന്നത്. അപ്പോൾ സോ ഇവിടെ എന്ത് വരും? എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് വരും. ഇനി നമുക്ക് വേണ്ടിയത് എന്താ? ഇതിൽ നിന്ന് കോമൺ എടുക്കാം. നെക്സ്റ്റ് വൺ എന്താ? പ്ലസ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഞാൻ റീഅറേഞ്ച് ചെയ്യുവാണ്. എ ഇൻറ്റു എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ഇൻറ്റു എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് എന്ന് വന്നു. അപ്പോൾ സോ നമ്മളിവിടെ നോക്കിക്കേ, നമ്മളിതിന് ഇനി ഈ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ മാറ്റി നമുക്ക് നാൻഡിൻ്റെ ഫോമിലേക്ക് മാറ്റണം. അപ്പം നാൻഡിൻ്റെ ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്ന് പറയുന്നത് എ ബി കോംപ്ലിമെൻ്റ് ആണ് നമ്മുടെ എന്തെന്ന് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഡിമോർഗൻസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എ ഇൻറ്റു എ ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം പ്ലസ് ബി ഇൻറ്റു എ ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം അല്ലേ? ഇനി വീണ്ടും എന്താ? ഇവിടെ പ്ലസ് ഓപ്പറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ എഗെയിൻ നമ്മൾ ചേഞ്ച് ചെയ്യുവാണ്. അപ്പം നമുക്കിത് എഗെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. എ ഇൻറ്റു എ ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി ഇൻറ്റു എ ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് വരും. ഇതാണ് നമ്മൾ എന്തെന്ന് യൂസിങ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് മിനിമം നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ്സ് ആണ് യൂസ് ചെയ്യണമെന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലിറ്ററൽസിൻ്റെ കൗണ്ട് എടുക്കുക. അപ്പോൾ കൗണ്ട് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഇതിനെ എഗെയിൻ റെഡ്യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഏറ്റവും ഷോർട്ട് ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് എന്തെന്ന് ഹാഫ് ഓർഡർ യൂസിങ് നാൻഡ് ഗേറ്റ്. അപ്പോൾ ഈ സെയിം ഹാഫ് ഓർഡർ യൂസിങ് നാൻഡ് ഗേറ്റ് തന്നെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ ഓർഡർ യൂസിങ് നാൻഡ് ഗേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുൾ ഓർഡർ യൂസിങ് നാൻഡ് ഗേറ്റിൽ നമുക്കറിയാം ഇക്വേഷൻ വരുന്നത് എന്തായിരുന്നു? എ എക്സോ ബി എക്സോ സി ഇൻ ആണ്. ഒരു ടേമും കൂടി എക്സ്ട്രാ വരും അല്ലേ? അപ്പോൾ ഈ എ എക്സോ ബി ആണ് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ എ എക്സോർ ബി എന്ന് പറയുന്നത് എന്താ? എ ഇൻറ്റു എ ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി ഇൻറ്റു എ ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? എ എക്സോർ ബി ആണ്. അപ്പോൾ സോ ഞാൻ ഈ ടേമിനെ ഞാൻ എക്സ് ആയിട്ട് സപ്പോസ് ഞാൻ എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെഴുതാം? എക്സ് എക്സോർ സി ഇൻ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ എക്സ് എക്സോർ സി ഇൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിലേക്ക് തന്നെയല്ലേ വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് കോംപ്ലിമെൻറ്റ് സി, അതായത് നമുക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ എഴുതാം. എക്സ് ഡോട്ട് എന്താ? എക്സ് സി ഇൻ. എ എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ് ആയിരിക്കും, ബി എന്ന് പറയുന്നത് ഇവിടുത്തെ സി ഇൻ ആണ്. അപ്പോൾ എക്സ് ഡോട്ട് സി ഇൻ ബാർ ദ ബാർ എന്താ? ഇൻറ്റു സി ഇൻ എക്സ് സി ഇൻ ഹോൾ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് വരും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യണത്? കിട്ടുന്നത്. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ? ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഔട്ട് എന്ന് പറയുന്നത് സി ഔട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്നത് എ ബി ആണ് നമുക്ക് യൂസിങ് നാൻഡ് ഗേറ്റിൽ നമുക്ക് വരുന്നത്. ഏത്? ഹാഫ് ഓർഡറിൻ്റെ കേസിൽ. അപ്പോൾ ഹാഫ് ഓർഡറിൽ നമുക്കിതിന് ചെയ്യുന്ന സമയത്ത് എ ബി
കോംപ്ലിമെൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ കേസിൽ വരുമ്പോൾ എന്താ, സി ഇൻ എ എക്സോ ബി പ്ലസ് എ ബി, ഇതാണ് നമ്മുടെ കിട്ടുന്ന റിസൾട്ട് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോ ഇതിനെ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം, സി ഇൻ ഈ അതായത് ബ്രാക്കറ്റ് നമ്മൾ ഫോം ചെയ്ത എ എക്സോ ബി പ്ലസ് ആണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ കോംപ്ലിമെൻറ്റ് എന്ത് ഇൻറ്റു എ ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു വരും. സിമിലർ വേ ഹാഫ് ഓർഡർ യൂസിങ് നോർ ഗേറ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൽ സമ്മിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് എ ബി കോംപ്ലിമെൻ്റ് ആണ്. സോ ഇതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ചെയ്യുമ്പോൾ എ കോംപ്ലിമെൻറ്റ് എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി എ പ്ലസ് ബി ബി കോംപ്ലിമെൻ്റ് എന്ന് വരും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യുമ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി എ എന്ന് പറയും. ഇനി ഇതിനെ വീണ്ടും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് എ കോംപ്ലിമെൻറ്റ് എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ് എ. ഇതിൽ കോമൺ ടേംസ് എടുക്കുക. അപ്പോൾ എ എടുക്കുക, എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ബ്രാക്കറ്റിൽ ബാക്കി എ പ്ലസ് ബി എന്ന് വരും. അപ്പോൾ ബി ഇൻറ്റു എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് വരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ ടേമിൽ എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ് കോമൺ ആണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് കോമൺ എടുത്തു, ബ്രാക്കറ്റിൽ എ പ്ലസ് ബി എന്ന് വരും. അപ്പോൾ ഇതിനെ നമ്മൾ നോറാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇൻറ്റു അല്ല പ്ലസ് ആണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഡിമോർഗൻസ് ചെയ്യുക, എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് പ്ലസ് എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് വരും. ഇതാണ് നമ്മുടെ എന്താണ് നോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്യാരി ഔട്ട് എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് എന്താ എ ഇൻറ്റു ബി ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെ ചെയ്യുമ്പോൾ എ ബി ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്യും. നോർ ഗേറ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് കിട്ടും. ഇതാണ് നോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ഫുൾ ആഡർ യൂസിങ് നോർ ഗേറ്റ് ആകുമ്പോൾ നമുക്കറിയാം എ പ്ലസ് ബി പ്ലസ് എക്സോറ് ബി എക്സോറ് സി എൻ ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എസ് ഇസ് ഇക്വൽ ടു ഈ ഒരു എക്സ്പ്രഷനിൽ തന്നെ നമുക്ക് മാറ്റാം. എസ് ഇസ് ഇക്വൽ ടു എങ്ങനെ വരും, എക്സ് കോംപ്ലിമെൻറ്റ് പിന്നെ പ്ലസ് സി ഇന്ന് കോംപ്ലിമെൻറ്റ് പിന്നെ ഹോൾ കോംപ്ലിമെൻറ്റ് പ്ലസ് അതുപോലെ എക്സ് പ്ലസ് സി ഇന്ന് ഹോൾ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. ഇത് കിട്ടി. ഇനി സി ഔട്ട് എന്ന് പറയുന്ന എക്സ്പ്രഷൻ എ ബി പ്ലസ് സി ഇൻ എ എക്സ് ഓർ ബി ആണ്. ഇതിനെ നമ്മൾ നോർ ഗേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എ ബി ഓൾറെഡി നോർ ഗേറ്റിലേക്ക് എഴുതിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ പ്ലസ് ഇതിനെ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും, സി ഇന്ന് പ്ലസ് എ എക്സ് ഓർ ബി എന്താ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്.